നമസ്കാരം. കേരളത്തിലെ എല്ലാ മന്ത്രിമാരും മോശക്കാരാണെന്നും മുഖ്യമന്ത്രി അങ്ങനെ ആയതുകൊണ്ട് എല്ലാവരും അങ്ങനെയാണെന്നുള്ള അഭിപ്രായം ജനങ്ങൾക്കില്ല. പ്രത്യേകിച്ച് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദിനെ കുറിച്ചും ജനങ്ങൾക്ക് കുറച്ച് നല്ല മതിപ്പാണ് ഉണ്ടായിരുന്നത് ഈ അടുത്ത കാലം വരെ. എന്നാൽ ഇപ്പോൾ ഈ രാജസദസ്സിൽ ഈ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ചക്രവർത്തിയുടെ പിന്നിലെ കസേരയിൽ കുറെ കാലം ഇരിക്കുകയും അദ്ദേഹം മാധ്യമ പ്രവർത്തകരെ കാണുമ്പോൾ തൊട്ടടുത്ത് ഇരിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് പി പ്രസാദിലും കുറച്ചൊക്കെ പിണറായിസം കടന്നു കയറിയോ, ആ ഭൂതം കയറിയോ എന്ന് തോന്നുന്നതിൽ തെറ്റില്ല. സ്വാഭാവികമായിട്ടും ഞാൻ കുറേ ദിവസമായിട്ട് വിലയിരുത്തുകയാണ് പി പ്രസാദിനെ. കാരണം എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട, എൻ്റെ ഏറ്റവും അടുത്ത ഒരു വ്യക്തിയാണ്, സുഹൃത്താണ് പി പ്രസാദ്. ഞങ്ങൾ തമ്മിൽ വ്യക്തിപരമായി നല്ല അടുപ്പമാണ്. അതുകൊണ്ട് തന്നെ പി പ്രസാദിനെ ഞാൻ വളരെയധികം ശ്രദ്ധിക്കുന്നു. എന്താണ് പി പ്രസാദിൻ്റെ പ്രതികരണങ്ങൾ എന്നുള്ളതാണ്. പൊതുവിൽ ആന്റണി രാജുവും അതുപോലെ സജി ചെറിയാനും ഒക്കെ പ്രതികരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ശിവൻകുട്ടിയൊക്കെ പറയുന്നത് പോലെ ഈ പി പ്രസാദ് ഒന്നും പറയാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ പി പ്രസാദിനും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മുല്ലപ്പൂമ്പടിയേറ്റ് കിടക്കും കല്ലിലും ഉണ്ടാകും ഒരു സൗരഭ്യം എന്ന് പറയുന്ന പോലെ ചാണാൻ ചവിട്ടിയനോടടുത്ത് ചേർന്ന് നിന്നാൽ, അല്ലെങ്കിൽ മലം ചവിട്ടിയനോടടുത്ത് ചേർന്ന് നിന്നാൽ ആ ഗന്ധവും പടരും എന്ന് പറയുന്നത് പോലെ പി പ്രസാദിനും അത് ഉണ്ടായിരിക്കുന്നു. അത്തരത്തിലുള്ള ചില ദുർഗന്ധങ്ങൾ അദ്ദേഹത്തിൽ കടന്നു കയറിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. തീർച്ചയായിട്ടും ഒരു വ്യക്തിയെ അധിക്ഷേപിക്കാനോ ആക്ഷേപിക്കാനല്ല ഞാൻ പറയുന്നത്. എന്തിന് ഞാനിത് പറയുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആലപ്പുഴയിൽ ഈ യൂത്ത് കോൺഗ്രസ്സുകാരായ പ്രതിഷേധകരെ പോലീസ്, അതായത് ഈ പിണറായി വിജയന്റെ മിസ്റ്റർ പി വിയുടെ ഗൺമാൻ അനിൽകുമാർ ഇറങ്ങി വന്ന് വലാത്തി കൊണ്ട് വീശിയടിച്ച് അവൻ്റെ തലയടിച്ച് പൊട്ടിക്കുന്ന, അല്ലെങ്കിൽ അവൻ്റെ കണങ്കാലടിച്ച് പൊട്ടിക്കുന്ന കാഴ്ച കേരള ജനത മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്ര ക്രൂരമായ അക്രമമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരള ജനത ഞെട്ടിപ്പോകുന്ന അക്രമമാണ് നടന്നിരിക്കുന്നത്. പക്ഷേ പി പ്രസാദ് അതിനെ ന്യായീകരിച്ചുകൊണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞത് കേട്ടപ്പോൾ അതിനേക്കാളും വലിയ ഞെട്ടലാണ് എനിക്കുണ്ടായത്. എന്താണ് പി പ്രസാദിനെ പോലുള്ളവർക്ക് സംഭവിച്ചത്? ഒരു പ്രമുഖനായ വ്യക്തിയാണ്, ഒരു നല്ല പാരിസ്ഥിതിക സ്നേഹിയാണ്, അതുപോലെ ആശയപരമായിട്ടും വളരെ മാന്യമായി ജീവിക്കുന്ന ആളാണ്, യാതൊരു ആഡംബരങ്ങളുമില്ലാതെ സ്ലിപ്പർ ചെരുപ്പിട്ടുകൊണ്ട് നടക്കുന്ന വ്യക്തിയാണ്, ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രസാദിനോട് കേരളത്തിലെ ജനതയ്ക്കും പ്രത്യേകിച്ച് എനിക്കും പ്രത്യേക ഒരു സ്നേഹമുണ്ട്. പക്ഷേ അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ തൊട്ടടുത്തിരുന്നു കൊണ്ട് പല വാർത്താ സമ്മേളനങ്ങളിലും തൊട്ടടുത്ത് നിർവികാരനായി നിഷ്ക്രിയനായി വെറുതെ ഒരു പാവയെ പോലെ ഇരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ പലരെയും ആക്ഷേപിച്ചുകൊണ്ടും വളരെ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടും ഇവിടെ നടക്കുന്ന അക്രമങ്ങളെ മുഴുവൻ ന്യായീകരിച്ചുകൊണ്ടും ഡിവൈഎഫ്ഐക്കാരെ സംരക്ഷകരാണ്, മാതൃകാപരമായ രക്ഷാപ്രവർത്തകരാണെന്ന് പറയുമ്പോഴൊക്കെ അതും കേട്ടിരിക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ നേരത്തെയൊക്കെ ഈ പി പ്രസാദൊക്കെ ഡിവൈഎഫ്ഐക്കാരുടെ അക്രമത്തിനെതിരായിട്ടും ഡിവൈഎഫ്ഐക്കാരുടെ സമരത്തിനെതിരായിട്ടും ഈ അടുത്ത കാലത്ത് ഈ അദ്ദേഹത്തിൻ്റെ അടുത്ത ഒരു പ്രവർത്തകനായ ഈ കൊല്ലം ജില്ലയിലെ ആയൂരിലെ അഞ്ചലിൽ ഒരു പാർട്ടി പ്രവർത്തകൻ ഇവന്റെ എല്ലാം തനയിൽ ആട്ടുംകാട്ടമാണെന്ന് പറഞ്ഞിരിക്കുകയും ചെയ്യുമ്പോൾ അതേ കാലഘട്ടത്തിൽ ഈ പ്രസാദിനെ പോലുള്ളവർ മിണ്ടാതെ ഇരിക്കുന്നത് കാണുമ്പോൾ കഷ്ടമാണെന്ന് മാത്രമല്ല, അദ്ദേഹം ഈ പോലീസ് നടപടിയെ ന്യായീകരിച്ചപ്പോൾ മറ്റൊരു പോലീസ് നടപടിയെ അദ്ദേഹം എതിർക്കുകയും ചെയ്തിരിക്കുന്നു. അതാണ് അതിന്റെ വൈരുദ്ധ്യം എന്ന് പറയുന്നത്. മറ്റപ്പള്ളിയിൽ മണ്ണെടുക്കുന്നതുമായിട്ട്, ഒരു ദേശീയപാതയ്ക്ക് മണ്ണെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ജനങ്ങൾ മുഴുവൻ സമരത്തിലാണ്, പാരിസ്ഥിതിക പ്രവർത്തകരും സമരത്തിലാണ്. ആ പാരിസ്ഥിതിക പ്രവർത്തകരും ജനങ്ങളും സമരം ചെയ്തപ്പോൾ ഒരു പാരിസ്ഥിതിക സംരക്ഷണ പ്രവർത്തകൻ എന്ന നിലയിലുള്ള മന്ത്രി എന്നുള്ള നിലയിലും അദ്ദേഹം പ്രതികരിച്ചു. അത് അവിടെ പോലീസ് ആ പ്രതിഷേധക്കാരെ, മറ്റപ്പള്ളിയിലെ പ്രതിഷേധക്കാർക്കെതിരെ നടപടിയെടുത്ത് ശരിയായില്ല. പോലീസ് നടപടിയെ എന്താണെന്ന് വെച്ചാൽ അന്വേഷിക്കും, അതിൻ്റെ കാര്യങ്ങൾ നോക്കും, പോലീസ് എന്തിനാണ് അങ്ങനെ എടുത്തതെന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കും എന്നൊക്കെ പറഞ്ഞ് മറ്റപ്പള്ളിയിലെ പോലീസ് അക്രമത്തെ വിമർശിക്കുകയും സ്വന്തം കണ്ണുകൊണ്ട് കണ്ട അദ്ദേഹത്തിന്റെ വണ്ടിക്കകത്ത് വെറുതെ കയ്യും ഉയർത്തിക്കൊണ്ട് പ്രതിഷേധിച്ച് മുദ്രാവാക്യം വിളിച്ച ഒരു ചെറുപ്പക്കാരനെ, ഒരു അമ്മ വെറ്റ മകനെ, അത് യൂത്ത് കോൺഗ്രസ്സുകാരനോ ആരും ആയിക്കോട്ടെ,
പിന്നെ തലയടിച്ചു പൊട്ടിക്കുന്നത് കണ്ടിട്ട് ന്യായീകരിക്കാനും ചെയ്യുന്ന പി പ്രസാദിന് എങ്ങനെ കഴിയുന്നു എന്നതാണ്. മാത്രമല്ല മണ്ണെടുപ്പ്, ഈ പറയുന്ന സ്പിൽവേയിലെ മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട് ചെറിയാനൊക്കെ ന്യായീകരിച്ചു പറയുന്നു. താങ്കളും ഈ മുഖ്യമന്ത്രി ന്യായീകരിച്ചപ്പോൾ മണ്ണെടുപ്പിന് ഈ മാത്യു കുഴൽനാടൻ ഈ മണ്ണെടുപ്പിനെ കുറിച്ച് ആക്ഷേപങ്ങൾ ഉന്നയിച്ചപ്പോൾ അതെല്ലാം ജൽപ്പനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കുകയും ചെയ്തപ്പോൾ താങ്കളും അടുത്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മറ്റപ്പള്ളിയിലെ മണ്ണെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള താങ്കളുടെ നിലപാട് എന്താണ്? താങ്കളുടെ പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി, ആലപ്പുഴ സെക്രട്ടറി ആയ TJ ആഞ്ചലോസിന്റെ നിലപാട് എന്താണ്? അദ്ദേഹത്തിനും ഈ മുഖ്യമന്ത്രി പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണോ TJ ആഞ്ചലോസിനുള്ളത് എന്നതും പി പ്രസാദ് വിലയിരുത്തേണ്ടതാണ്. സ്വാഭാവികമായിട്ടും പി പ്രസാദിനെ പോലുള്ളവരെ കേരള ജനത ഇനി എങ്ങനെ കാണും എന്നത് താങ്കൾക്ക് തന്നെ മനസ്സിലാകും.